ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഹെയറും അതുപോലെ തന്നെ ശരീരവും അതുപോലെ ഭക്ഷണവും ഒക്കെ ഈ 2 മാസം വെക്കേഷനിൽ ഭയങ്കര കാര്യമായിട്ട് തന്നെ നോക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അല്ലേ. പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻ ഒന്നും അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ വളരെ നന്നായിട്ട് തന്നെ ഒരു റുട്ടീൻ ശീലിപ്പിക്കാൻ പറ്റും. പക്ഷെ എല്ലാ അമ്മമാരും പറയാറുള്ളത്, ഇപ്പം ഞാൻ ഒരുപാട് അമ്മമാരോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്, ഈ വെക്കേഷൻ സമയത്താണ് അവരുടെ കുട്ടികൾ നേരെ തിരിയുന്നത്. സ്കൂളിലുള്ള സമയത്ത് അവർക്ക് ഒരു റുട്ടീൻ ഉണ്ടാവും, പക്ഷെ അത് എല്ലാം ബ്രേക്ക് ആവുന്നത് വെക്കേഷൻ സമയത്താണ്. ഉറങ്ങുന്ന സമയവും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയവും TV ടൈമും എല്ലാം കൂടുതലാവുന്നത് ഈ സമയത്താണെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്താണ്, നമ്മൾ കുളിക്കാനുള്ള സമയമായിരുന്നു കേട്ടോ. ഒരു 11 to 12 നമ്മൾ നോർമലി സ്കൂളില്ലാത്ത സമയത്ത് കുളിക്കാറുള്ളത്. അപ്പൊ അത് കുളിക്കുന്ന സമയമായപ്പോഴാണ് എന്നാ പിന്നെ ചെമ്പരത്തിത്താളി തേച്ച് കുളിച്ചാലോ എന്നൊരു പ്ലാനിങ്ങിലോട്ട് വരുന്നത്. പുള്ളിക്കാരത്തെ ഈ ചെമ്പരത്തിത്താളി തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ആദ്യ സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ആ വഴുവഴുപ്പുള്ള ഒരു സാധനം തലയിൽ തേക്കുക എന്ന് പറയുന്നത് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഞാനൊരു 2-3 തവണ എൻ്റെ തലയിൽ തേച്ചിട്ടും അവൾക്ക് ഉരയ്ക്കാനും അതുപോലെ തന്നെ അവളുടെ കയ്യിലൊക്കെ എടുത്ത് അവൾക്ക് യൂസ് ചെയ്യാനൊക്കെ കൊടുത്ത സമയത്ത് അവൾക്കത് ഇഷ്ടമായി. പിന്നെ അവൾ അതുമായിട്ട് ഒരുപാട് മറ്റേ ബുദ്ധിമുട്ടൊന്നും കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പക്ഷെ ചെറുപയറുപൊടി അതുപോലുള്ള സാധനങ്ങളൊക്കെ തേക്കുമ്പോൾ ഒരുപാട് പറയാറുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് തേച്ച് നമ്മൾ മുഖത്തൊക്കെ തേക്കുമ്പോൾ അവൾക്കും അത് കയ്യിലാക്കാനൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അത് ഓക്കെ ആയി പോവാറുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമാവില്ല പറഞ്ഞിട്ട് വിടണ്ട. 1-2 തവണ നിങ്ങൾ തേക്കുക, അപ്പോൾ അവരത് അതുമായിട്ട് യൂസ്ഡ് ആയിക്കോളും. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം തേക്കാൻ കേട്ടോ. അവരറിയാതെ അല്ലെങ്കിൽ അവർ വേറൊരു സ്ഥലത്ത് നിങ്ങൾ പോയി ചെമ്പരത്തിത്താളി തേച്ചതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ ചെമ്പരത്തി എല്ലാം പറിച്ച്, കുറച്ച് പൂവും കൂടി ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ച് നന്നായി ഉരച്ച്, പുള്ളിക്കാരത്തി ഉണ്ട് എൻ്റെ കൂടെ, പക്ഷെ വീഡിയോ എടുക്കുന്നത് സാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞങ്ങളിത് കൊണ്ടുവന്നിട്ട് ഞങ്ങളിത് തേച്ച് ഒരു 10 മിനിറ്റ് നിർത്തിയിട്ടാണ് കുളിക്കുന്നത്. ഭയങ്കര ടെക്സ്ചറൊക്കെ മാറും ശരിക്കും. മുടിയുടെ ഭയങ്കര എന്താ പറയുക, മുടിക്ക് നല്ല ഭംഗി ഉണ്ടാവും, ഫീൽ ചെയ്യും. ആ ഒരു ദിവസം ശരിക്കും മുടി കിടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം ഞാൻ ഈ വീഡിയോന്റെ ഫ്രണ്ടിൽ തന്നെ അവൾ നിൽക്കുമ്പോൾ അവളുടെ മുടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വേവി ആയിട്ടുള്ള, ഒരുപാട് കേളി ഹെയർ അല്ല, നല്ല വേവി ആയിട്ടുള്ള മുടിയാണ്. വലിയ ടെക്സ്ചർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കുളി കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഷാമ്പു ഇടുന്നതിനേക്കാൾ നല്ല ഭംഗിയിലായിരിക്കും മുടി കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു, റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കുട്ടികൾക്ക് കറക്റ്റ് സമയത്തിന് ഉറക്കുക, അതുപോലെ തന്നെ ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ എൻ്റെ മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഏത് സമയത്തും ജലദോഷവും പനിയും കൊണ്ട് വരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഞാൻ ഓറഞ്ച് മുന്തിരിയൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി ടെൻഷനാണ്. എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി ഐസ്ക്രീം, തണുത്ത വെള്ളം, ജ്യൂസ്, മുന്തിരി, ഓറഞ്ച് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് അവരെ അതുമായിട്ടൊന്ന് യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ വെക്കേഷനിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ നന്നായിരിക്കും നമ്മുടെ കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫി ഫുഡും ഒക്കെ ഉൾപ്പെടുത്താൻ നോക്കുക. നമുക്ക് അത് വല്ല പൊടിക്കാനോ, അതായത് മുരിങ്ങയൊക്കെ ഇല പൊടിച്ചിട്ട് നല്ല ചപ്പാത്തിയൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കറിയിലൊക്കെ 2 സ്പൂൺ ഇട്ട് കൊടുത്തോളൂ. ഇല ഒട്ടും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അത് അതായത് അവർ ആ കറി വെച്ച ഫോമിൽ തന്നെ കഴിക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ തവണ ട്രൈ ചെയ്യുക. അപ്പോൾ ആരും ഒരു അറ്റംപ്റ്റിൽ എല്ലാവരും എല്ലാം കഴിക്കുന്നതോ അല്ലെങ്കിൽ എല്ലാം ശീലിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. കുറേ തവണ നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും അവർ ആ കറിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫുഡുമായിട്ട് യൂസ്ഡ് ആവുക. അപ്പോൾ ഈ ഒരു 2 മാസം നിങ്ങൾക്ക് കുട്ടികളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര എന്താ പറയുക ആശ്വാസമായിരിക്കും. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഓരോ ചെറിയ കാര്യങ്ങളും വറീഡാണ്. കാരണം നമ്മൾ അയ്യോ എൻ്റെ മോളിത് കഴിക്കില്ല, എൻ്റെ മോളത് കഴിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു. കാരണം ഞാൻ ഒത്തിരി അമ്മമാരുടെ കൂടെ സംസാരിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരുപാട് അമ്മമാരുടെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പൊ അതിൽ സംസാരിക്കുമ്പോൾ ഓരോരുത്തരും പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് വിഷമാവും, അയ്യോ ഇങ്ങനെയാണല്ലേ എന്ന്. അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. വീണ്ടും നാളെ കാണാം നമുക്ക്.